ഹലോ ഫ്രണ്ട്സ്, ഇന്ന് 2020 ആഗസ്റ്റ് 5 ഇന്ത്യയുടെ ചരിത്രത്തിലേക്ക് തന്നെ എഴുതി വെച്ചേക്കാവുന്ന ഒരു ദിവസം. അയോധ്യയിൽ രാമക്ഷേത്രം പണിയാൻ തുടങ്ങുന്ന ദിവസം. ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ മൂന്നാമത്തെ ക്ഷേത്രമായിട്ടാണ് രാമക്ഷേത്രം പണിയാൻ തുടങ്ങുന്നത്. നമ്മൾ രാജ്യത്തുള്ള എല്ലാ ആരാധനാലയങ്ങളുടെയും സമ്പത്തെടുത്ത് നോക്കുകയാണെങ്കിൽ രാജ്യത്തെ പട്ടിണി മാറ്റാൻ ഇവ മാത്രം മതി. അതൊക്കെ ആൾദൈവങ്ങൾ തീരുമാനിക്കട്ടെ. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഇന്ത്യയിലെ തന്നെ സമ്പന്നമായ 5 ക്ഷേത്രങ്ങളെ കുറിച്ചാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു 90s കിഡ്. ഞാൻ എൽദോസ്. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ ടെമ്പിൾ സിദ്ധവിനായക ടെമ്പിൾ ആണ്. 1801 മുംബൈയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ടെമ്പിൾ ആണ് സിദ്ധവിനായക ടെമ്പിൾ. ഒരു ദിവസം 25,000 മുതൽ 30,000 വരെ ആളുകൾ സന്ദർശിക്കുന്ന ഇന്ത്യയിലെ തന്നെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മുംബൈയിലെ സിദ്ധവിനായക ക്ഷേത്രം. പ്രധാന ക്ഷേത്രത്തിലെ ഗണേശന്റെ വിഗ്രഹം മാത്രം 3.7 കിലോഗ്രാം സ്വർണം ഉപയോഗിച്ചിട്ടുള്ളതാണ്. വർഷത്തിൽ 100 കോടി മുതൽ 125 കോടി രൂപ വരെയാണ് ഈ ക്ഷേത്രത്തിന്റെ കാണിക്ക ഇനത്തിൽ മാത്രം ലഭിക്കുന്ന തുക. ഭക്തർക്ക് സർവ്വസിദ്ധിയും പ്രദാനം ചെയ്യുന്ന സിദ്ധിവിനായകനാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. നമ്മുടെ ലിസ്റ്റിലെ അടുത്ത ക്ഷേത്രമാണ് വൈഷ്ണോ ദേവി ക്ഷേത്രം. ജമ്മു കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ ലക്ഷക്കണക്കിന് സന്ദർശകരാണ് വന്നു പോകുന്നത്. തിരുപ്പതി ക്ഷേത്രം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തർ വരുന്ന ടെമ്പിളാണ് വൈഷ്ണോ ദേവി ക്ഷേത്രം. ഇവിടെ 1.2 ടണ്ണിൽ അധികം സ്വർണത്തിന്റെ ശേഖരമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം 500 കോടി രൂപയുടെ വാർഷിക വരുമാനം ഉണ്ടെന്നും പറയപ്പെടുന്നു. നമ്മുടെ ലിസ്റ്റിൽ അടുത്തതായിട്ട് വരുന്നത് ഷിർദി സായിബാബ ടെമ്പിൾ ആണ്. ഇന്ത്യയിലേക്ക് വെച്ച് തന്നെ സമ്പന്നമായ മൂന്നാമത്തെ ടെമ്പിൾ ആണ് ഷിർദി സായിബാബ ടെമ്പിൾ. മഹാരാഷ്ട്രയിൽ സായിബാബയുടെ പേരിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണിത്. ഒരു ദിവസത്തിൽ 25,000-ൽ അധികം ഭക്തർ സന്ദർശിക്കുന്ന ഒരു ടെമ്പിൾ ആണിത്. ഇവിടുത്തെ വാർഷിക വരുമാനം 360 മുതൽ 540 കോടി രൂപ വരെയാണ്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിലുള്ളത് തിരുമല തിരുപ്പതി വെങ്കടേശ്വര ടെമ്പിൾ ആണ്. AD 300-കളിൽ നിർമ്മിക്കപ്പെട്ട ഒരു ടെമ്പിൾ ആണിത്. പതിറ്റാണ്ടുകളായി ഇന്ത്യയിലെ സമ്പന്ന ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ ഒന്നാമതായി നിന്ന ഒരു ക്ഷേത്രമാണ് തിരുപ്പതി ടെമ്പിൾ. എന്നാൽ കുറച്ചു വർഷങ്ങൾക്ക് മുന്നേ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ആ ലിസ്റ്റിൽ ഒന്നാമതായിട്ട് മാറപ്പെട്ടു. ഇവിടെ ഭക്തർ തിരുപ്പതി ഭഗവാന് കാണിക്കയായി സമർപ്പിക്കുന്ന മുടി ലേലം ചെയ്ത് കിട്ടുന്ന പണമാണ് പ്രധാന വരുമാനം. ലോകത്തിൽ ഏറ്റവും അധികം വിശ്വാസികൾ വരുന്ന ഒരു ക്ഷേത്രമാണ് തിരുപ്പതി ക്ഷേത്രം. 650 കോടിയോളം വാർഷിക വരുമാനമാണ് ഇവിടെ ഉള്ളത്. 50,000 കോടി രൂപയിലധികം സമ്പത്തുണ്ട് ഈ ക്ഷേത്രത്തിനെന്നാണ് പറയപ്പെടുന്നത്. അവസാനമായി നമ്മുടെ ലിസ്റ്റിലുള്ളത് ലോകത്തിലേക്ക് വെച്ച് തന്നെ ഏറ്റവും സമ്പന്നമായ ഒരു ക്ഷേത്രമാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ തിരുവനന്തപുരത്തുള്ള പത്മനാഭസ്വാമി ക്ഷേത്രം തന്നെ. 1 ലക്ഷം കോടി രൂപയുടെ സമ്പത്തുണ്ടെന്നാണ് ഇതുവരെ കണക്കാക്കിയിട്ടുള്ളത്. ഇപ്പോഴും തുറക്കാത്ത ഒരുപാട് അറകളുണ്ട്. ഇതുവരെയും അളന്ന് തിട്ടപ്പെടുത്താനാവാത്ത അത്ര കണക്കിലുള്ള നിധികളാണ് ഈ ക്ഷേത്രത്തിലെ നിലവറകളിൽ സൂക്ഷിച്ചിരിക്കുന്നത് എന്നാണ് വിശ്വാസം. നിഗൂഢതകളും വിശ്വാസങ്ങളും ഏറെയുള്ള രഹസ്യ അറകളിലാണ് ഇവിടുത്തെ നിധി സൂക്ഷിച്ചിരിക്കുന്നത്. ഇതുവരെ പറഞ്ഞ ക്ഷേത്രങ്ങളിലെ സമ്പത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ഇന്ത്യയിലെ മുഴുവൻ ആരാധനാലയങ്ങളുടെയും സമ്പത്ത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമന്റും ചെയ്യുക, അതുപോലെ തന്നെ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.